ഒരു മാത്ര ദർശനം തരുമ്പോൾ ഞങ്ങൾക്കൊരു ജന്മസാഫല്യമല്ലോ. ഒരു വേള വരമൊഴിയരുളുമ്പോൾ. ഭക്തജനങ്ങളെ, വടക്കൻ കേരളത്തിന്റെ ആത്മീയ ചൈതന്യ കേന്ദ്രമെന്നറിയപ്പെടുന്ന പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രകഴകത്തിൽപ്പെട്ട ഉദുമ ബേവൂരി മുള്ളൻ തറവാട്ടിൽ ഏറെക്കാലത്തിന് ശേഷം ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുകയാണ്. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ സമാരംഭ സുദിനമായ ഏപ്രിൽ 9 രാത്രി തെയ്യംകൂടൽ. ഏപ്രിൽ 10 ശനിയാഴ്ച പുലർച്ചെ 3 മണിക്ക് മൂന്നായ ജഗത്തിനെല്ലാം ഊന്നായ ശ്രീ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി കനലാടി ഭക്തരെ അനുഗ്രഹിക്കും. 4 മണിക്ക് ശക്തി ചൈതന്യ സ്വരൂപിണിയായ ഉർവരതയുടെ ദേവതയായ ശ്രീ കുറത്തിയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനെത്തും. രാവിലെ 9 മണി മുതൽ ചണ്ടമുണ്ടന്മാരെ ഖണ്ഡനം ചെയ്യാൻ കാളിയായി അവതരിച്ച രക്തജാമുണ്ടി അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും ആയാട്ടുകാര്യത്തിനും നെരിവിളിക്കും തുണയരുളുന്ന നരഹരി ഭഗവാൻ വിഷ്ണുമൂർത്തി, പാരാകി നിറയുന്ന പരാശക്തി, പടിഞ്ഞാറേ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിൽ നിറഞ്ഞാടി ഉറഞ്ഞാടി ഉരിയാടി ഭക്തരെ അനുഗ്രഹിക്കും. വൈകുന്നേരം 6 മണി മുതൽ കാർണോൻ തെയ്യത്തിന്റെയും കോരച്ചൻ തെയ്യത്തിന്റെയും വെള്ളാട്ടങ്ങൾ ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യം നൽകും. രാത്രി 9 മണിക്ക് തടുക്കാനും എതിർക്കാനും തനിക്കു മുന്നിൽ കുലവനല്ലാതെ മറ്റാരുമില്ലം വീരശൂരഭാവവുമായി കുലവന്റെ ഉറ്റതോഴനായ ശ്രീ കണ്ടനാർകേളം തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി ദ്രുതതാള താണ്ഡവമാടും. 11 മണിക്ക് ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ സമാപന സുദിനമായ ഏപ്രിൽ 11 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് കാർണോൻ തെയ്യത്തിന്റെയും 8 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെയും 10 മണി കണ്ടനാർകേളം തെയ്യത്തിന്റെയും പുറപ്പാടുകൾ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്. തുടർന്ന് ചൂട്ടിപ്പിക്കലിന് ശേഷം ലോകനാഥനായ ശ്രീ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. രാത്രി 9 മണിക്ക് മറപിളർക്കൽ ചടങ്ങോടെ സമാപനം. മുഴുവൻ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ എല്ലാ ദിവസവും അന്നദാനത്തോടെ ഉദുമ ബേവൂരി ശ്രീ മുള്ളൻതറവാട്ട് സന്നിധിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിലേക്ക്. തൊണ്ടച്ചനായോ കുലവനായോ തെണ്ടിത്തേടും വനവേടനായോ, തൊണ്ടച്ചനായോ കുലവനായോ തെണ്ടിത്തേടും. ഭക്തജനങ്ങളെ, പൂർവ്വസൂരികളായ ശ്രീ മുള്ളൻ അപ്പക്കുഞ്ഞിക്കാർന്നവരുടെയും ശ്രീ മുള്ളൻ കുഞ്ഞിക്കാർന്നവരുടെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഏറെക്കാലത്തിനു ശേഷം ഉദുമ ബേവൂരി മുള്ളൻ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാന സന്നിധിയിൽ ഏപ്രിൽ 9, 10, 11 തീയതികളിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുകയാണ്. എല്ലാ ദിവസവും അന്നദാനത്തോടെ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിൽ ഭാഗവാക്കുകളായി വിശ്വേശ്വര ചൈതന്യമായ ശ്രീ വയനാട്ടുകുലവൻ ദേവന്റെയും പരിവാരങ്ങളുടെയും മഹാനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാ ഭക്തജനങ്ങളെയും ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ പ്രഭും പ്രാണനാഥം വിഭും വിശ്വ. ഭക്തജനങ്ങളെ, വിശ്വേശ്വരനായ തൃക്കണ്ണാടപ്പന്റെയും വിശ്വമോഹിനിയായ പാലക്കുന്നിലമ്മയുടെയും അമരഭൂമിക്കകത്ത് കൈലാസശൈലത്തിൽ നിന്നും വൃഷഭാദ്രി പൊക്കിയെടുത്ത് ലങ്കയിലേക്ക് കുതിച്ച മാരുതപുത്രന്റെ കരതലത്തിൽ നിന്നും അടർന്നു വീണ മൃതസഞ്ജീവിനി സാന്നിധ്യമുള്ള ചെമ്പരിക്കാക്കുന്നിന്റെ തെക്കുഭാഗത്ത് ഗതകാല സ്മൃതികളുടെ 1000 കല്ലോലങ്ങൾ ഓർമ്മകളുടെ ഓംകാരനാഥമായി ഒഴുകിയെത്തുന്ന നോമ്പിൽ പുഴയോരത്ത് പ്രകൃതി സൗന്ദര്യത്തിന്റെ നിറസങ്കേതമായി പരിലസിക്കുന്ന പുണ്യസുന്ദരയിൽ സ്ഥിതി ചെയ്യുന്ന ഉദുമ ബേവൂരി മുള്ളൻ തറവാട് ശ്രീ വയനാട്ടുകുലവൻ സന്നിധിയിൽ വീണ്ടും ഒരു തെയ്യംകെട്ടിന്റെ ആരവമുയരുകയാണ്. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ എത്രയോ കാലത്ത് കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ഏപ്രിൽ 9, 10, 11 തീയതികളിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിൽ ഭാഗവാക്കുകളാകാനെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ദേവപ്രസാദമായി അന്നദാനവുമുണ്ട്. അന്നദാന സമം ദാനം ന ഭൂതം ന ഭവിഷ്യതി ദേവർഷി പിതൃഭൂതാനാം തൃപ്തിരന്നേന ജായതേ. അന്നദാനത്തോളം വലിയ മറ്റൊരു ദാനമില്ല. ദേവർഷി പിതൃഗണങ്ങളെല്ലാം അന്നദാനത്താൽ സംതൃപ്തരാണ്. മുഴുവൻ ഭക്തജനങ്ങളെയും ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ ഉദുമ ബേവൂരി ശ്രീ മുള്ളൻ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാന സന്നിധിയിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിലേക്ക്. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. ഭക്തജനങ്ങളെ, ഈ 14 ലോകത്തിനും 7 സാഗരത്തിനും അധിപനായ കൈലാസവാസൻ ആത്മസ്വരൂപൻ സച്ചിദാനന്ദമൂർത്തി ശ്രീ മഹാദേവൻ നമ്മുടെ അജ്ഞാനവും അതിഭ്രമവുമാകുന്ന ഭസ്മാരത്തിനുമേൽ ശുദ്ധമുക്ത വിദ്യാസ്വരൂപനായി ശ്രീ സദാശിവൻ വാഴുന്നു. ത്യാഗത്തിന്റെയും ദാനത്തിന്റെയും ധ്യാനത്തിന്റെയും മൂർത്തി ചൈതന്യമായ
പഞ്ചവേദങ്ങളെയും പഞ്ചഭൂതഗണങ്ങളുടെയും നാഥനും സർവശത്രു സംഹാരമൂർത്തിയുമായ ഗംഗൈ അമരൻ നീലകണ്ഠേശ്വരൻ കാലനെയും കാമനെയും നിഗ്രഹിച്ച ശ്മശാനവാസൻ ആശ്രിതവത്സലനും ആപൽബന്ധവനും വേദാധിപനും കാരുണ്യനാഥനും മേഘവർണ്ണനുമായ കാശിനാഥൻ ജഗദീശ്വരൻ ജടാധാരി ജനിമൃതികൾക്ക് കാരണഭൂതൻ കണ്ണവിഷളയ സ്വരൂപൻ പഞ്ചലിംഗേശ്വരൻ മാർക്കാണ്ഡേയപ്രിയൻ തൃശൂലധാരി പർവ്വതകാന്തൻ ഗൗരീഹൃദയവല്ലൻ ശശികലാധരൻ മുക്കണ്ണൻ മുപ്പാരനും സൗഖ്യം പകരുന്ന ആ ആനന്ദദായകന്റെ ചൈതന്യമായി മണ്ണിലവതരിച്ച് വയനാട്ടിലെത്തി കുലത്തിൽ പെരുമയുള്ളവനായി വയനാട്ടുകുലവനായി മാറിയ ദേവന്റെ നിത്യസാന്നിധ്യം കൊണ്ട് ചൈതന്യധന്യമായ ഉദുമ ബേവൂരി ശ്രീ മുള്ളന്തറവാട്ട് സന്നിധിയിലിതാ ഏറെക്കാലത്ത് കാത്തിരിപ്പിന് ശേഷം ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുകയാണ്. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ അന്നദാനത്തോടെ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിൽ ഭാഗവാക്കുകളായി ശ്രീ വയനാട്ടുകുലവൻ ദേവന്റെയും കണ്ടനാർകേളം തെയ്യത്തിന്റെയും കോരച്ചൻ ദൈവത്തിന്റെയും കാർണോൻ തെയ്യത്തിന്റെയും വിഷ്ണുമൂർത്തിയുടെയും കുറത്തിയമ്മയുടെയും പടിഞ്ഞാറ് ചാമുണ്ടിയുടെയും ഋതുചാമുണ്ടിയുടെയും നടനവിശേഷങ്ങൾ കണ്ട് ആത്മനിർവൃതി കൊള്ളാൻ മൂന്നായ ജഗത്തിനെല്ലാം മൂന്നായ പട്ടം തെയ്യത്തിന്റെ കനലാട്ടം കാണാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ ഉദുമ ബേവൂരി ശ്രീ മുള്ളന്തറവാട് സന്നിധിയിലേക്ക്. പരശുരാമനോരത്ത് ഗജരാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങു പരിലസിപ്പൂ അബന്ധൂരം പൊഴിയും നിൻ. ഭക്തജനങ്ങളെ, ശിവപാർവതിമാർ പണ്ട് വനാന്തരങ്ങളിൽ വേട്ടക്കിഴന്നള്ളി നാളുകളിൽ തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധുകുടിച്ച് മത്തവിലാസമാടിയ മഹാദേവൻ, ശിവഭ്രാന്തകൾ ഭയപ്പെട്ട കുന്നിന്മകളായ പാർവതി തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധു തന്റെ തൃക്കലങ്ങളാൽ തടവി വനോളമുയർത്തി. കുപിതനായി മുക്കണ്ണൻ ശ്മശാനവാസൻ ആടി ചടുല താണ്ഡവം തല്ലി തൻ തൃത്വമ്മയിൽ പിറന്നു ദിവ്യനായ പുത്രനൊന്ന്. ഇതാദിദിവ്യന്റെ പിറവിയുടെ കഥ. എല്ലെല്ലാ മധുവനവും നീയായിക്കൂ, കദളി മധുവനം നീയാറണ്ട എന്ന പിതൃകൽപ്പന ഏതോരഭിശപ്ത മുഹൂർത്തത്തിൽ ലംഘിക്കേണ്ടി വന്ന കുലവൻ പിതൃശാപമേറ്റ് പൊയ്ക്കണ്ണും മുളഞ്ചൂട്ടുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വയനാട്ടിലെത്തി കുലത്തിൽ പെരുമയുള്ളോനായി വയനാട് കുലവൻ ദേവനായി മാറിയ കഥകൾ ഒരു താരാട്ടുപാട്ടിന്റെ ഇണത്തിൽ വെറ്റിലത്തേൻ പുരണ്ട ചുണ്ടുകളിലൂടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചൈതന്യ സ്വരൂപനായ ശ്രീ വയനാട്ടുകുലവൻ ദേവന്റെ നിത്യസാന്നിധ്യം കൊണ്ട് ധന്യമായ പേരും പെരുമയും പ്രശസ്തിയുമുള്ള ഉദുമ ബേവൂരി ശ്രീ മുള്ളന്തറവാട്ട് സന്നിധിയിലിതാ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുകയാണ്. ഏപ്രിൽ 9, 11 തീയതികളിൽ അന്നദാനത്തോടെ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിൽ ഭാഗവാക്കുകളായി സർവ്വ ഐശ്വര്യദായകനായ കുലവന്റെയും പരിവാരങ്ങളുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാ ഭക്തജനങ്ങളെയും ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 9, 10, 11 തീയതികളിൽ ഉദുമ ബേവൂരി ശ്രീ മുള്ളന്തറവാടിന്റെ പരിശുദ്ധവും അല്പസമയത്തിനകം തറവാട് സമിതിയിൽ അല്പസമയത്തിനകം ശ്രീകരി വിഷ്ണു അരങ്ങിലെത്തി അനുഗ്രഹം കൂടി. ും
ശ്രീ കൃഷ്ണമൂർത്തിയും അരങ്ങിലെത്തിയിരിക്കുകയാണ്. ശ്രീമഹാദേവനും ഇത്തരം നിർമ്മലന്മാരാഴ്ചകളും ഇത്തരം ധാരണകൾക്കൊരു ചർച്ച ലക്ഷങ്ങളാവിദ്യാർത്ഥ സിദ്ധമരുക്കളും ലക്ഷഗന്ധർവ സംഘങ്ങളും ധീരരായ